ദൈവത്തിന്റെ കരുതലുണ്ട്. കാരണം സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം. ഇന്ന് രാത്രിയിൽ ദൈവനാമത്തിൽ ആത്മനിയോഗത്തോടെ ഓരോ സുവിശേഷകരോടും എനിക്ക് പറയാനുള്ളത്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക. ഒരുപക്ഷെ അകത്തു നിന്നും പുറത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങളിൽ തളരരുത്, പ്രോത്സാഹനങ്ങളിൽ നിഗളിക്കരുത്. ഇത് ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഞാനൊരു സുവിശേഷകരാകാൻ കാരണം ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിനാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. കുടുംബമെല്ലാം തകർന്ന് തരിപ്പണമായി. എൻ്റെ അമ്മയുടെ പേര് സരോജിനി എന്നാണ്. എല്ലാം തകർന്ന് തരിപ്പണമായി എന്നെയും ചേച്ചിമാരെയും കൊണ്ട് ആത്മഹത്യക്ക് പോയതാണ്. അങ്ങനെ ദൈവശബ്ദം കേട്ട് മടങ്ങി വന്നു. അങ്ങനെ കുടുംബം തിരിക്കപ്പെടാൻ തുടങ്ങി. സ്തോത്രം. വളരെ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം നിന്നും ദൈവം ക്രമേണ ഉയർത്തുവാൻ തുടങ്ങി. കാരണം നീതിമാന്റെ സന്തതി അപ്പം ഇരക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. മാതാപിതാക്കന്മാരെ, ദൈവത്തെ അറിഞ്ഞൊരു പക്ഷെ താങ്കൾ അപ്പം ഇരക്കിയേക്കാം, ദാരിദ്ര്യം അനുഭവിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ സന്തതി ഒരിക്കലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് അനുഭവമുണ്ട്? ക്രൂശിൽ ചുമന്നവന്റെ സന്തതിയെ ഒരിക്കലും ദൈവം അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. കുരേനക്കാരനായ ശിമോൻ ക്രൂശിൽ ചുമക്കുമ്പോൾ റൂഫോസിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, തന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തു. പ്രാർത്ഥിക്കാതിരുന്ന റൂഫോസിനെയും അവന്റെ സഹോദരനെയും അനുഗ്രഹിച്ചെങ്കിൽ ഈ ക്രൂശ് ചുമക്കുമ്പോഴും തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറകളെ എത്ര അനുഗ്രഹിക്കാതിരിക്കും? വിശ്വാസമുള്ളവർ ആത്മാവിൽ നിന്ന് പ്രതികരിക്കാൻ കഴിയുമോ? സുവിശേഷത്തിന്റെ വിത്ത് കൊട്ടിയിൽ കൊണ്ടുവച്ച് വിതയ്ക്കുന്ന ആരുടെയും സന്തതികളെ ദൈവം അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. ഇത് സത്യമാണ്, ഇത് സത്യമാണ്. അനുഭവമുള്ളവർ കരമടിച്ച് ദൈവത്തെ മഹത്വം പഠിപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലഘട്ടത്തിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ദേശദേശാന്തരം ഈ വിത്ത് വിതച്ച് അവര് കണ്ണുനീരോടാണ് വിതച്ചത്, ഇല്ലായ്മയാണ് വിതച്ചത്, ദാരിദ്ര്യത്തിലാണ് വിതച്ചതെങ്കിലും വിതച്ചത് കരഞ്ഞുകൊണ്ടാണെങ്കിൽ കൊയ്യുന്നത് ആർപ്പോടാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആർപ്പോട് കൊയ്യാൻ അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മാതാവോ പിതാവോ കണ്ണുനീരോടെ വിതച്ചതിന്റെ റിസൾട്ട് ആണ്. എന്റെ അമ്മയ്ക്ക് ഒത്തിരി ആത്മഭാരം ഉണ്ടായിരുന്നു. പാടാൻ അറിയാം. അപ്പൊ എന്നെ കൊണ്ട് ഒരു കോളനികളിലൊക്കെ പോയി പാടും. എന്റെ ജോലി അന്ന് 11-12 വയസ്സുണ്ട്. ട്രാക്ട് വിതരണമാണ്. ട്രാക്ട് വിതരണം ഇഷ്ടമല്ലാതെ ചെയ്യുന്നത്. ആ പ്രായം ഒന്ന് ഓർത്ത് കളിച്ച് നടക്കേണ്ട പ്രായമാണ്. നന്നായിട്ട് പാടുമാർ. സരോജിനി എന്ന പേര്. അങ്ങനെ കൊണ്ടുപോയി ഈ സാധനം നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ എത്ര ദൂരെ യാത്ര ചെയ്താന്നറിയോ? ഇല്ല, പ്രായം ഒത്തിരി ഉണ്ട്. ഞാൻ ഇന്നും പറഞ്ഞു, ചെറുപ്പക്കാരെ പോലാണ്. ഷുവാ കണ്ട് എനിക്ക് കണ്ണുകടി തോന്നി പറഞ്ഞു. കാരണം ഈ ഉത്തരവാദിത്വം